വെള്ളാപ്പള്ളി നടേശൻ ഒരു പക്ക ബിസിനസ്സുകാരനാണ്. ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ സംഘടനയുടെ തലപ്പത്തെത്തി. അവിടെ നിന്ന് വർഗീയ വിഷം ചീറ്റുകയാണിപ്പോൾ. അതുപോലെ തന്നെ മദ്യം വിഷമാണ് എന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന നടേശന് മദ്യക്കച്ചവടവും വേറെയുണ്ട്. ബാർ മുതലാളിയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മലബാറിലെ 3 ജില്ലകളിൽ മുഴുവൻ മുസ്ലിം ആധിപത്യമാണെന്നും SNDPക്ക് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നില്ല എന്നുമാണ് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ പരാതി. അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ ഒക്കത്തിരുന്ന് നടക്കുന്ന നടേശന് ഈ കേരളത്തിൽ നിന്നും 10 വർഷമായി ഒരു ലൈസൻസ് കിട്ടുന്നില്ല എങ്കിൽ താങ്കളെ പിണറായിക്കും വിശ്വാസമില്ല എന്നതാണ് തെളിഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട നടേശ, വർഗീയ വിഷം ചീറ്റി പിണറായി വിജയനെ സഹായിച്ചുകൊണ്ട് നടക്കുന്ന നടേശൻ പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കല്ല് വെച്ച നുണകൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ UDF MLA നജീബ് കാന്തപുരം. അതായത് മലബാറിലെ 3 ജില്ലകളിൽ തങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല എന്ന് SNDP ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശം അത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നജീബ് കാന്തപുരം MLA. തൻ്റെ നിയോജക മണ്ഡലമായ പെരിന്തൽമണ്ണയിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ശാസ്ത്രീയ കോളേജാണ് പെരിന്തൽമണ്ണ SNDP കോളേജ് എന്നും അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണെന്ന് ഈ വെള്ളാപ്പള്ളിയെ അറിയിച്ചു കൊടുക്കണേ എന്നും നജീബ് കാന്തപുരം പരിഹസിച്ചു. കള്ളം പറഞ്ഞതും അത് ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തും നടക്കുന്ന വെള്ളാപ്പള്ളി നജീബ് കാന്തപുരം MLAയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അതായത് 2002 AK ആന്റണിയുടെ ഭരണകാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നാലകത്ത് സൂപ്പി സാഹിബാണ് ഈ കോളേജ് പെരിന്തൽമണ്ണയിൽ അനുവദിച്ചത്. അതിനെയാണ് വെള്ളാപ്പള്ളി വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി മനഃപൂർവ്വം മറച്ചു വെച്ചത്. SNDPക്ക് ഒരു കോളേജും മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്ന വെള്ളാപ്പള്ളിയെ ഇന്നലെയും നമ്മൾ കണ്ടു. അതുകൊണ്ട് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ തന്നെയാണെന്ന് സഖാവ് വെള്ളാപ്പള്ളിയെ ഒന്ന് അറിയിച്ചു കൊടുക്കണേ എന്ന പരിഹാസത്തോടെയുള്ള കുറിപ്പിൽ തന്നെ വെള്ളാപ്പള്ളി മൂക്കും കുത്തി താഴെ വീണു MLAക്ക് മുന്നിൽ. ഏതായാലും UDFൻ്റെ ആ നല്ല കാലം വരട്ടെ എന്നും SNDPക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ആവശ്യമുള്ളത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഇനിയും കൊണ്ടുവരാം, കുട്ടികൾ പഠിച്ചു വളരട്ടെ എന്നാണ് നജീബ് കാന്തപുരം വെള്ളാപ്പള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഓഫർ. ഇതിനേക്കാളും വലിയ നാണക്കേട് വെള്ളാപ്പള്ളിക്ക് വേറെ വരാനില്ല. ഏതായാലും വെള്ളാപ്പള്ളിയുടെ പുതുവർഷം ഇങ്ങനെ ഇളിഭ്യനായി തന്നെ തുടങ്ങിയിരിക്കുന്നു.